ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ BA ഹിന്ദി മേഡീസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലോകപ്രിയ സാഹിത്യകാർ അഗയുടെ ജീവൻ പരിചയമാണ്. അഗയുടെ പൂരാനാമെന്ന് പറയുന്നത് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗെ എന്നാണ്. അദ്ദേഹം 1911 മാർച്ച് 7 ഉത്തർപ്രദേശിലെ ദേവരിയ ജില്ലയിലെ കസിയ എന്ന പ്രദേശത്താണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് ഹീരാനന്ദ് എന്ന്. അദ്ദേഹം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. തൻ്റെ അനുഭവത്തിൻ്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം തൻ്റെ വ്യക്തിത്വം വികസിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം വീട്ടിൽ തന്നെയായിരുന്നു. വേഡ്സ്വർത്ത്, ഷേക്സ്പിയർ തുടങ്ങിയ പാശ്ചാത്യ എഴുത്തുകാരുടെ കൃതികൾ അദ്ദേഹം വായിക്കുകയും ഇംഗ്ലീഷിൽ നിരവധി കവിതകൾ എഴുതുകയും ചെയ്തിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കർശനമായ ശിക്ഷണത്തിൽ ജീവിച്ചു. എല്ലാവരും അദ്ദേഹത്തെ സച്ച എന്നായിരുന്നു വിളിച്ചിരുന്നത്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല സമയം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും പഞ്ചാബിലേക്ക് യാത്ര ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഒരു കലാപബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 1929 പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ ഒരു കോൺഗ്രസ് സമ്മേളനം നടന്നു. വോളണ്ടിയർ ഓഫീസറായി അദ്ദേഹം അതിൽ പങ്കെടുത്തു. 1929 മുതൽ 1936 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിപ്ലവ ജീവിതം. ആദ്യം ഭഗത് സിംഗിനെ മോചിപ്പിക്കുക, രണ്ടാമത് ഫാക്ടറിയുടെ മറവിൽ ബോംബ് നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുക. അദ്ദേഹം ആ ഫാക്ടറിയിലെ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തിരുന്നു. മൂന്നാമത് പിസ്റ്റളുകൾ നന്നാക്കുന്നതും വെടിയുണ്ടകൾ വീണ്ടും നിറയ്ക്കുന്നതിനുമായിട്ടുള്ള ഫാക്ടറി ആരംഭിക്കുക എന്നായിരുന്നു. ഇക്കാരണത്താൽ 1930 നവംബർ 15 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തൊഴിലാളികളുടെയും കർഷകരുടെയും മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ എന്നിവയെല്ലാം അദ്ദേഹം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അനീതി, തെറ്റ്, അടിച്ചമർത്തൽ തുടങ്ങിയവയെ അദ്ദേഹം എതിർത്തു. 1936 അമൃതസർ ജയിലിൽ നിന്നും മോചിതനായ ശേഷം അദ്ദേഹം സൈനിക് എന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹം രാംവിലാസ് ശർമ്മ, ഭരത് ഭൂഷൺ അഗർവാൾ തുടങ്ങിയ എഴുത്തുകാരെ കണ്ടുമുട്ടി. അതേസമയം മീററ്റിലെ കർഷക പ്രസ്ഥാനത്തിലും അദ്ദേഹം പങ്കെടുത്തു. ഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ മഹാന്മാരോട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ബഹുമാനം ഉടലെടുത്തു. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഡൽഹിയിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്യാൻ പോയി. ഈ അവസരത്തിൽ ഹിന്ദി പത്രപ്രവർത്തനത്തിനും ഒരു പുതിയ ദിശാബോധം നൽകാനുള്ള സുവർണാവസരം അദ്ദേഹത്തിന് ലഭിച്ചു. 1945 ആയപ്പോഴേക്കും 3 കവിതാ സമാഹാരങ്ങളും 3 കഥാസമാഹാരങ്ങളും ആദ്യ നോവലും പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് ഭഗ്നദൂത്, ചിന്ത, ഇത്യാളം. കഹാനി സംഗ്രഹമാണ് വിഭദക, പരമ്പര, കോടരി കി ബാത്ത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഉപന്യാസമാണ് ശേഖർ ഏക് ജീവനി. ഈ കാലയളവിൽ അദ്ദേഹം താരസപ്തഹ് എഡിറ്റ് ചെയ്യുകയും ചെയ്തു. അത് നയി കവിതയുടെ ചരിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രധാന വഴിത്തിരിവായിരുന്നു. ശില്പ്, ഭാഷ, വിഷയ് എന്നിവയുടെ വീക്ഷണകോണിൽ നിന്ന് താരസപ്തഹ് നയി കവിതയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകി. നയ കവിതയ്ക്കും പുതിയ മാർഗനിർദ്ദേശം ലഭിച്ചു. താരസപ്തഹിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്: പഹലെ, ദൂസരെ, തീസരെ, ചൗതെ. ഇത് സാഹിത്യലോകത്തിലെ നാഴികക്കല്ലുകളാണ്. അഗെ താരസപ്തഹിലെ കവികളെ പാതകളുടെ പര്യവേഷകർ അല്ലെങ്കിൽ രാഹോം കെ അന്വേഷി എന്ന് വിളിച്ചു. ഹിന്ദി സാഹിത്യത്തിലെ ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നത് ഭാരതേന്ദു ഹരിചന്ദ്രനിൽ നിന്നാണെങ്കിലും ആധുനികതയുടെ ബോധം ആദ്യം പ്രതിഫലിക്കുന്നത് അഗേയി സാഹിത്യത്തിലാണ്. 1947 അദ്ദേഹം അലഹബാദിൽ നിന്നുള്ള പ്രതീക പത്രിക എഡിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് അഗെ എന്ന പേര് നൽകിയത് ജൈനേന്ദ്രകുമാറും പ്രേംചന്ദുമാണ്. 1940 മുതൽ 1960 വരെയുള്ള 2 ദശകങ്ങൾ, അതായത് 20 വർഷം, ഹിന്ദി സാഹിത്യത്തിൽ അഗേയ യുഗം എന്നറിയപ്പെട്ടു. പ്രതീകിൻ്റെ സമഗ്ര വികസനത്തിനായി അദ്ദേഹം തൻ്റെ സർവവും നൽകി. ഈ കാലത്തെ സാമ്പത്തിക ആശ്രയത്വത്തെ നേരിടാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. പ്രതീക് എന്ന പത്രികയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം റേഡിയോയിൽ ജോലി ചെയ്തത്. പ്രതീക് പോലുള്ള ഉയർന്ന നിലവാരമുള്ള പത്ര ഇതുവരെ വന്നിട്ടില്ല. പ്രതീക് പുതിയ സാഹിത്യത്തെയും പുതിയ നിരൂപകരെയും പുതിയ വായനക്കാരെയും സൃഷ്ടിച്ചു. ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കപിലാജി അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അദ്ദേഹം ഇന്ത്യ മുഴുവൻ പലതവണ സഞ്ചരിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം മിക്ക സ്ഥലങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്.
ജപ്പാന്റെ ഒരു സവിശേഷതയാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചത്. സാങ്കേതിക പുരോഗതിയിൽ ജപ്പാൻ വളരെ മുന്നിലാണ്. പക്ഷേ അവർ ഒരിക്കലും അവരുടെ സംസ്കാരത്തെയും മൂല്യത്തെയും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. പാശ്ചാത്യ നാഗരികതയുടെ സ്വാധീനത്താൽ ആകർഷിക്കപ്പെട്ട് അവർ പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിക്കുന്നു. പക്ഷേ ആധുനികതയ്ക്കു വേണ്ടി തങ്ങളുടെ പാരമ്പര്യങ്ങൾ ലംഘിക്കാനോ ഉപേക്ഷിക്കാനോ അവർ തയ്യാറല്ല. പ്രയാഗ് പോലുള്ള നിരവധി സർവകലാശാലകളുടെ സമ്മേളനങ്ങളിലും ഇന്ത്യൻ റൈറ്റേഴ്സ് കോൺഫറൻസിലും അഗെയ് പലതവണ പ്രസിഡന്റായിരുന്നു. ഹിന്ദുമതത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടനായ അഗെയ് രാമകൃഷ്ണ പരമഹംസ, വിവേകാനന്ദൻ തുടങ്ങിയ മഹാനായ ദേശസ്നേഹിയും മാനവികതാവാദിയുമായ സാമൂഹിക പരിഷ്കർത്താക്കളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ഇതോടൊപ്പം ഹിന്ദി സാഹിത്യലോകത്തെ അനശ്വര കവികളുടെ മൂല്യബോധവും അദ്ദേഹത്തിന് ലഭിച്ചു. കബീറിന്റെ ഭൗതികത, മീരാബായിയുടെ ഏകനിഷ്ഠ ഭക്തിഭാവന, സൂർദാസിന്റെ സഹജ സൗന്ദര്യബോധ്, തുളസീദാസിൽ നിന്നും ലോകമംഗൾ കി ഭാവന ആദി അദ്ദേഹം സ്വീകരിച്ചു. നഗര ജീവിതത്തിന്റെ കൃത്രിമത്വത്തിൽ അദ്ദേഹത്തിന് തീരെ താൽപ്പര്യമില്ലായിരുന്നു. 1961 അദ്ദേഹം കാലിഫോർണിയ സർവകലാശാലയിൽ ഇന്ത്യൻ സംസ്കാരവും സാഹിത്യവും പഠിപ്പിച്ചു. അമേരിക്കയിൽ താമസിക്കുമ്പോഴും ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വത്തിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നു. ഒരു കത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി: "എൻ്റെ മനസ്സ് ഇവിടെയല്ല, എൻ്റെ രാജ്യത്താണ്. ഇവിടെ ആകാശത്ത് ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്." 1964 അദ്ദേഹം തൻ്റെ രാജ്യത്തേക്കു മടങ്ങി. ഈ സമയം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. മാസങ്ങളോളം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഭാര്യ കപിലയുടെ സേവനവും അദ്ദേഹത്തിൻ്റെ ശക്തമായ വിശ്വാസവും കാരണം രോഗം ഭേദമായെങ്കിലും യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു. അസുഖത്തിന് ശേഷം ദുഃഖ്, സംഘർഷ് മുതലായവ സഹിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ കഴിവ് കിട്ടി. 1965 ദിൻമാൻ എന്ന പത്രത്തിൻ്റെ എഡിറ്ററായി. ഹിന്ദി പത്രപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം സാധാരണക്കാർക്കിടയിൽ സജീവമായി നിലനിർത്തുന്നതിനും പത്രപ്രവർത്തനത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിലും അദ്ദേഹത്തിൻ്റെ സംഭാവന പ്രധാനമാണ്. 6 മാസത്തിനുള്ളിൽ ദിൻമാൻ ഏറ്റവും മികച്ച ഹിന്ദി വാരിക മാത്രമല്ല, ഇന്ത്യക്കാർക്ക് അവരുടെ ദേശസ്നേഹം ഉണർത്താനും ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടാനും പ്രചോദിപ്പിച്ചു. 1965 അദ്ദേഹത്തിൻ്റെ സഹോദരൻ പൂർണ്ണാനന്ദ് മരിച്ചു. അഗെയുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ഇന്ത്യൻ ഭാഷയല്ല, അങ്ങനെയാകാനും കഴിയില്ല. ഇംഗ്ലീഷ് ഇന്ത്യക്കാരല്ലാത്തവരുടെ ഭാഷയാണ്. ഇന്ത്യ ഇംഗ്ലീഷുമായി താദാത്മ്യം പ്രാപിക്കുന്നില്ല. അദ്ദേഹം ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. നിലവിൽ നമുക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കാണുന്നില്ല. എല്ലാ മേഖലകളിലെയും അഴിമതിക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. അമേരിക്കക്കാരുടെ വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായ രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കവി എന്നതിലുപരി ഉപന്യാസകാരൻ, എഡിറ്റർ, നിരൂപകൻ, യാത്രാവിവരണ എഴുത്തുകാരൻ, കഥാകൃത്ത്, നോവലിസ്റ്റ് തുടങ്ങിയ നിലകളിൽ ഹിന്ദി സാഹിത്യത്തെ സേവിച്ചു. 1967 അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകം ഉത്തർ പ്രിയദർശി വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. 1967 അദ്ദേഹത്തിൻ്റെ അപ്നെ അപ്നെ അജ്നബി എന്ന നോവൽ ടു ഈച്ച് ഹിസ് സ്ട്രേഞ്ചർ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. 1969 ദിൻമാനിൽ നിന്നും രാജിവെച്ചു. അതേസമയം ഹിന്ദി സാഹിത്യ സമ്മേളനം അദ്ദേഹത്തെ സാഹിത്യ വചസ്പതി എന്ന പദവി നൽകി ആദരിച്ചു. 1972 അദ്ദേഹം രാജസ്ഥാനിലേക്ക് ഒരു നീണ്ട യാത്ര നടത്തി. 1973 തൻ്റെ സുഹൃത്തിൻ്റെ സഹായത്തോടെ പ്രതീകിന് പുതിയ രൂപം പുറത്തിറക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. നയേ പ്രതീക് എന്ന പേരിൽ ഒരു മാസിക പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അഗെയുടെ മരണത്തിൽ പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ പരമാവധി പറയുക എന്നതായിരുന്നു. മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അദ്ദേഹം മരുസ്ഥാൻ എന്ന കൃതിക്ക് വേണ്ടി എഴുതി. എഴുത്ത് എന്ന പ്രവൃത്തിയെ അർത്ഥത്തിനായുള്ള തിരയൽ ആയി അഗയെ കണക്കാക്കി. വിഷയാധിഷ്ഠിത അവതരണം അദ്ദേഹം പ്രധാനമായി കണക്കാക്കി. അദ്ദേഹത്തിൻ്റെ 2 യാത്രാവിവരണങ്ങളാണ്
ഒന്ന് അരേ യായാവർ രഹേഗ യാദും ഏക് ബൂന്ത് സഹസാ ഉച്ചലി. ഒരു ശാസ്ത്രജ്ഞൻ എപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ തയ്യാറുള്ളതുപോലെ അഗെയും ഭാഷയുടെയും പ്രതിബിംബങ്ങളുടെയും തലത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പാശ്ചാത്യ സംസ്കാരത്തെയും യാന്ത്രിക ജീവിതത്തെയും കുറിച്ച് അദ്ദേഹം ആക്ഷേപഹാസ്യം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. കവിതാ സംഗ്രഹ് ആംഗൻ കെ പാർദ്വാർ 1961 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കിത്നി നാവോ മേ കിത്നി ബാർ എന്ന കവിതാ സംഗ്രഹിന് 1979 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര കവിതാ അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. 1987 ഏപ്രിൽ 4 രാവിലെ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഹരിചന്ദ്രന് ശേഷം ഹിന്ദി സാഹിത്യത്തിലെ രണ്ടാമത്തെ ആധുനികത ആരംഭിച്ചത് അഗയിലൂടെയാണ്. അദ്ദേഹം തൻ്റെ ആദ്യ കഥ 1924 കവിത 1927 എഴുതി. അദ്ദേഹത്തിൻ്റെ മരണം ഹിന്ദി ലോകത്ത് നികത്താനാകാത്ത ഒരു ശൂന്യത തന്നെ സൃഷ്ടിച്ചിരുന്നു.